കേരളത്തിൻ്റെ ചരിത്രത്തെപ്പറ്റി ഒട്ടനവധി സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരാളാണല്ലോ വില്യം ലോഗൻ എന്നത്. അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങളിൽ മലബാർ മേഖലയിൽ വാമൊഴിയായി പാടിപ്പറഞ്ഞ് നടന്നിരുന്ന സാധാരണ ഭാഷ നിറഞ്ഞ നാടൻ പാട്ടുകളെപ്പറ്റി പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്, അഥവാ വടക്കൻ പാട്ടുകളെപ്പറ്റി. ഈ വടക്കൻ പാട്ടുകൾ എന്നത് പ്രധാനമായും പോരാളികളായ നായകരുടെ വീരകഥകൾ പറയുന്നതാണല്ലോ. സ്വാഭാവികമായും ആ പാട്ടുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ് തച്ചോളി ഒതേനൻ. ധൈര്യത്തെയും ശക്തിയെയും ആയോധന മികവുകളെയും ഒക്കെ വാഴ്ത്തിപ്പാടിയ വടക്കൻ പാട്ടുകളിലെ നായകൻ. ഈ വീഡിയോയിലൂടെ വടക്കൻ കേരളത്തിൽ നിന്നുള്ള ആ വീരനായകൻ്റെ വിശദമായ കഥയാണ് പറയുന്നത്. കടത്തനാട് വടകരയ്ക്ക് സമീപമായി പുതുപ്പണം വംശത്തിൽ മേപ്പയിൽ എന്നൊരു പ്രദേശമുണ്ട്. അവിടെ തച്ചോളി മാണിക്കോത്ത് എന്ന പ്രശസ്തമായ നായർ തറവാട്ടിലാണ് ഒതേനൻ അഥവാ തേനൻ എന്ന് വിളിപ്പേരുള്ള തച്ചോളി ഒതേനൻ ജനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പൂർണ്ണ പേര് മേപ്പയിൽ തച്ചോളി മാണിക്കോത്ത് കോവിലകത്ത് കുഞ്ഞി ഒതേന കുറുപ്പ് എന്നതാണ്. 1584 കാലഘട്ടത്തിൽ ജനിച്ചെന്നും 22 വർഷങ്ങൾ നീണ്ട ജീവിതത്തിനിടയിൽ ആ ജനതയുടെ തന്നെ വീരനായകനായി മാറി എന്നുമൊക്കെയാണ് തച്ചോളി ഒതേനൻ്റെ ജീവിതകാലഘട്ടത്തെപ്പറ്റി പൊതുവെ വിലയിരുത്തപ്പെട്ടിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ആ കാലത്തെ ആ മേഖലയിലെ നാടുവാഴിയായിരുന്നു. പുതുപ്പണത്ത് വാഴുന്നവർ, അല്ലെങ്കിൽ ചീനം വീട്ടിൽ തങ്ങൾ എന്നൊക്കെയാണ് അവർ അറിയപ്പെടുന്നത്. ഒതേനൻ്റെ അമ്മയുടെ പേര് ഉപ്പാട്ടി എന്നും അദ്ദേഹത്തിന് കോമപ്പൻ എന്നൊരു ജ്യേഷ്ഠ സഹോദരനും ഉണ്ണിച്ചാറ എന്നൊരു സഹോദരിയും ഉണ്ടായിരുന്നതായി കാണുന്നു. ഒതേനൻ്റെ കാലത്തിനൊക്കെ മുന്നേ തന്നെ ആ മാണിക്കോത്ത് തറവാട് ജീർണനാവസ്ഥയിലായിരുന്നു. ആ ഭവനത്തിൽ എങ്ങും അനാഥത്വം നിറഞ്ഞിരുന്നു. കാരണം മാണിക്കോത്തുണ്ടായിരുന്ന കേളികേട്ട കുറുപ്പന്മാരൊക്കെ ആ കാലത്തിനൊക്കെ മുന്നേ തന്നെ പടവെട്ടി മരണപ്പെട്ടിരുന്നത്രേ. അനാഥത്വം നിറഞ്ഞിരുന്ന ഉപ്പാട്ടിയെ പോറ്റി വളർത്തിയിരുന്നത് തേയി എന്നൊരു ദാസിയായിരുന്നത്രേ. അവരുടെ മകളായിരുന്ന മാക്കവും അവിടെ ഉണ്ടായിരുന്നു. ശക്തിയുള്ളവർ എല്ലാം പിടിച്ചെടുക്കും എന്നൊരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നത് കൊണ്ട് തന്നെ ഈ തറവാടിൻ്റെ സ്വത്തുവകകളൊക്കെ നഷ്ടപ്പെട്ടിരുന്നതായും പറയുന്നു. ഈ സമയം ഇവരുടെ സംരക്ഷണത്തിനായി എത്തുന്നത് പ്രശസ്തനായ മതിലൂർ ഗുരുക്കളാണ്. അദ്ദേഹം അവർക്ക് ഗുരുവായും രക്ഷിതാവുമായുമൊക്കെ നിലകൊള്ളുകയുണ്ടായി. കടത്തനാട് ആ കാലത്ത് ഫലഭൂയിഷ്ഠിയുള്ള മേഖലയും പൊർളാതിരി രാജവംശത്തിൻ്റെ കീഴിലായിരുന്നെങ്കിൽ പോലും ആ നാട്ടിലെ പ്രബലന്മാരായ ദേശവാഴികളുടെ ശക്തിക്ക് അനുസൃതമായി മാത്രം ഭരണം നടന്നിരുന്ന ഒരു കാലമാണെന്ന് പറയാം. ആ മേഖലയുടെ ചർച്ചകളൊക്കെ നടന്നിരുന്നത് കുട്ടോത്ത് ആൽമരത്തിൻ്റെ കീഴിൽ വച്ചായിരുന്നു. അതായിരുന്നു ഏറ്റവും പ്രശസ്തമായ മേഖലയും. കാരണം അത് ലോകനാർക്കാവിൻ്റെ മുന്നിലാണ്. അവിടെ നടക്കുന്ന യോഗത്തിൽ നാടുവാഴിയോ നാടുവാഴിയുടെ പ്രധാനപ്പെട്ട പ്രതിനിധിയോ ഉണ്ടായിരിക്കണത്രേ. ബഹുജന സമ്മതനായ പ്രധാനപ്പെട്ട വ്യക്തികൾ ചേർന്നെത്തുന്ന തീരുമാനങ്ങൾ ഇവിടെ പാലിക്കപ്പെട്ടിരുന്നു. ഇവിടെയാണ് അംഗത്തിൻ്റെ ചരിത്രമൊക്കെ വരുന്നത്. 2 തറവാട്ടുകൾ തമ്മിൽ എന്തെങ്കിലും കുടിപ്പകയുണ്ടായാൽ ഈ യോഗത്തിൽ പറഞ്ഞു തീർക്കുക പതിവായിരുന്നു. 2 തറവാട്ടിലെയും കാരണവന്മാരെ സഭയ്ക്ക് മുമ്പാകെ വരുത്തി കുടിപ്പക തീർത്ത് സഖ്യസൂചകമായി കൈ പിടിപ്പിച്ച് നിറനാഴികയും നിലവിളക്കുമൊക്കെ വെച്ച് സത്യവാചകം ചൊല്ലിക്കുമത്രേ. ആ സത്യവാചകമൊക്കെ ഇപ്രകാരമാണ്: നിന്നാണ് എന്നാണ് ഇക്കൂടിയ സഭായോഗത്താണ്, നാടുവാഴിയുടെ തൃപ്പാദത്താണ്, നമ്മുടെ മൺമറഞ്ഞ തറവാട്ട് സ്വരൂപത്താണ്, കാവിലമ്മയുടെ കരുണ കൊണ്ട് നമ്മുടെ മുടിയാ കുടിപ്പക അടിയേറ്റു പോകുക, വേരറ്റു പോകുക, പോകുക സത്യം. ഇങ്ങനെ സത്യവാചകം ചൊല്ലുകയും ഒരു തറവാട്ടിൽ നിന്ന് മറ്റേ തറവാട്ടിലേക്ക് ബന്ധം വളർത്താനായി പെൺകുട്ടിയെ വിവാഹം ചെയ്തു കൊടുക്കുന്ന രീതികളുമൊക്കെ ആ കാലത്ത് ഉണ്ടായിരുന്നു എന്ന് പറയാം. ഇനി ഈ 2 തറവാട്ടുകാർ തമ്മിൽ സഖ്യമാവാൻ തയ്യാറല്ലെങ്കിൽ സഭ മുമ്പാകെ അംഗം കുറിക്കുകയും ദിവസം നിശ്ചയിച്ച് പ്രസിദ്ധ യുദ്ധക്കളരിയായ പൊന്നിയെ തങ്കക്കളരിയിൽ വെച്ച് ജനമധ്യത്തിൽ പടവെട്ടുകയും ചെയ്യും. പടവെട്ടിൽ പരാജയം പറ്റിയ തറവാട്ടുകാർ ജയിച്ചവർക്ക് കീഴടങ്ങുകയും പന്തിയിലും പന്തലിലും ജയിച്ചവർ മറ്റുള്ളവരെക്കാൾ മാനിക്കപ്പെടുകയും ചെയ്യും. പടവെട്ടിൽ എതിരാളിയെ കൊല്ലുകയോ ആയുധം വെപ്പിക്കുകയോ ഒക്കെ ചെയ്യാം. ഭൂരിപക്ഷവും പക്ഷേ കൊല്ലുക തന്നെയാണ് പതിവ്. കാരണം ആയുധം അടിയറ വയ്ക്കുക എന്നത് അഭിമാനത്തിന് പോരാത്തതായിരുന്നു. കീഴടങ്ങി ജീവിക്കുന്നതിനേക്കാൾ പൊരുതി മരിക്കുന്നതാണ് മാനമായിട്ട് ആ കാലത്ത് കരുതിയിരുന്നത്. ആ മേഖലയിലെ പ്രധാനപ്പെട്ട ഗുരുകുലം മതിലൂർ ഗുരുക്കന്മാരുടേതായിരുന്നു എന്ന് പറഞ്ഞല്ലോ. പൊതുവേ ആ കാലത്ത് ആൺകുട്ടികൾ 18 വയസ്സുവരെയും പെൺകുട്ടികൾ 12 വരെയും വിദ്യാഭ്യാസം നടത്തിയിരുന്നു. അത് കഴിഞ്ഞാൽ ആൺകുട്ടികളൊക്കെ പൊതുവെ കേളികേട്ട പണിക്കർമാരുടെ അടുക്കലേക്ക് വിദ്യാഭ്യാസത്തിനായി പോവുകയാണ് ഉണ്ടായിരുന്നത്.
ഇനി കേളികേട്ട കുറുപ്പന്മാരൊക്കെ മരണപ്പെട്ട് അനാഥത്വത്തിൽ നിലകൊണ്ട തച്ചോളി മാണിക്കോത്ത് തറവാട്ടിൽ സുന്ദരിയായ ഉപ്പാട്ടി മാത്രമായിരുന്നു ഒരു കാലത്ത് ജീവിച്ചിരുന്നത്. ഈ ഉപ്പാട്ടി എന്ന പെൺകുട്ടിയെ അപ്രതീക്ഷിതമായി കണ്ടു മോഹിച്ച പുതുപ്പണത്ത് വാഴുന്നവർ അവിടേക്ക് കടന്നെത്തുകയും അവരെ രഹസ്യമായി വിവാഹം ചെയ്യുകയുമുണ്ടായി. അതിലാണ് ഉപ്പാട്ടിക്ക് കോമപ്പൻ, ഒതേനൻ, ഉണ്ണിച്ചാറ എന്നീ മക്കൾ ഉണ്ടാവുന്നത്. അനാഥ യുവതിയെ വാഴുന്നവർ വിവാഹം ചെയ്തു എന്ന് അംഗീകരിക്കാൻ നാട്ടുകാർ തയ്യാറല്ലാത്തതുകൊണ്ട് തന്നെ ഇവർക്ക് പുച്ഛമായിരുന്നു ജനങ്ങളിൽ നിന്ന് ലഭിച്ചിരുന്നത്. വാഴുന്നവർ പരസ്യമായി ഇവരെ അംഗീകരിക്കാത്തതും അതിനൊരു കാരണമാണെന്ന് പറയാം. ഇതിനോടൊപ്പം തന്നെ ദാസിയായിരുന്ന മാക്കത്തിനും ഒരു മകനുണ്ടാവുന്നുണ്ട്. ഒതേനൻ്റെ ആത്മസുഹൃത്തായി മാറിയ ചാപ്പൻ എന്ന ആ ബാലൻ്റെ പിതാവും ഇതേ വാഴുന്നവർ തന്നെയായിരുന്നു അത്രേ. ഏതായാലും മാണിക്കോത്ത് തറവാടിനെ സംരക്ഷിച്ചിരുന്ന മതിലൂർ ഗുരുക്കളുടെ അടുത്തേക്ക് തന്നെ ഈ മക്കൾ കടന്നെത്തി. ഒതേനൻ്റെ ജ്യേഷ്ഠൻ ശാന്തനും സൽസ്വഭാവിയുമൊക്കെ ആയിരുന്നെങ്കിൽ ഒതേനൻ ആരോടും വിനയവും ആദരവും കാണിക്കാത്ത ഒരു പ്രകൃതമായിരുന്നുവെന്ന് പറയുന്നു. എവിടെ പോയാലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന പോക്കിരി എന്ന വിളിപ്പേരിന് അർഹനായി മാറിയ ഒരാളായിരുന്നത്രേ തച്ചോളി ഒതേനൻ. ചെറുപ്പകാലത്ത് തന്നെ മറ്റെല്ലാവരേക്കാളും കായികാഭ്യാസത്തിൽ സാമർഥ്യം കാണിച്ചു തുടങ്ങിയ തച്ചോളി ഒതേനൻ അഭ്യാസ പരീക്ഷകളിൽ നിഷ്പ്രയാസം ജയിച്ചു വരികയുണ്ടായത്രേ. ചെറുപ്പകാലങ്ങളിൽ പഠനത്തിനപ്പുറം നാട്ടിലെ ജീവികളെ പിടിച്ചും വയലിലും മറ്റും മത്സ്യങ്ങളെ പിടിക്കലുമൊക്കെയായിട്ടായിരുന്നു ആ ബാലൻ്റെ ജീവിതം മുന്നോട്ടു പോയത്. കീരി പോലുള്ള അതിവേഗ ജീവികളെ പിടിക്കാൻ തച്ചോളി ഒതേനൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നതായും പറയുന്നു. ചുരുക്കിയാൽ അടങ്ങിയിരിക്കാത്ത, സദാസമയം എന്തെങ്കിലും പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരുന്ന, അഭ്യാസങ്ങൾ വളരെ എളുപ്പത്തിൽ സ്വായത്തമാക്കിയിരുന്ന ഒരു ബാലനായിരുന്നു തച്ചോളി ഒതേനൻ എന്ന് പറയാം. ഇതിനിടയിലാണ് ഒരു വലിയ സംഭവം നടക്കുന്നത്. മാണിക്കോത്തിന് സമീപമുള്ള ഒരു പറമ്പിൽ നിന്ന് തേങ്ങ ഇടിയിക്കൽ നടക്കുകയായിരുന്നു. പഴയ കാലത്ത് മാണിക്കോത്തിൻ്റെ ഭാഗമായി നിലകൊണ്ടിരുന്ന ആ പറമ്പിൽ നിന്ന് തേങ്ങ ഇടുമ്പോൾ സ്ഥിരമായി കുറച്ച് തേങ്ങ മാണിക്കോത്ത് തറവാട്ടിലേക്ക് കൊടുക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഈ സംഭവം നടക്കുമ്പോൾ തേങ്ങ എടുക്കാനായി ചെന്നത് ഒതേനൻ്റെ അമ്മയായ ഉപ്പാട്ടി തന്നെയായിരുന്നു. എന്നാൽ അവിടെ ചെന്നപ്പോൾ സാധാരണഗതിയിൽ ഉണ്ടാവുന്ന ആളൊന്നും ആയിരുന്നില്ല അവിടെ ഉണ്ടായിരുന്നത്. പകരം ഒരു കുടയൊക്കെ ചൂടി 12 വയസ്സ് മാത്രമുള്ള ആ പറമ്പിൻ്റെ ഉടമസ്ഥൻ്റെ മകനായിരുന്നു അന്ന് കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നത്. ഉപ്പാട്ടി സ്വാഭാവികമായ രീതിയിൽ അവിടേക്ക് ചെല്ലുകയും തേങ്ങ ആവശ്യപ്പെടുകയും ഉണ്ടായത്രേ. എന്നാൽ ആ ബാലൻ ഞാൻ തേങ്ങ തരാൻ ആളല്ലെന്നും അച്ഛനോട് വാങ്ങൂ എന്ന നിലയിലാണ് പ്രതികരിച്ചത്. അതിനെ ഗൗനിക്കാതെ മുന്നോട്ട് നീങ്ങിയ ഉപ്പാട്ടിയുടെ വയറിലേക്ക് ആ ബാലൻ തേങ്ങയെടുത്ത് എറിയുകയുണ്ടായി. ആ ഏറ് കിട്ടിയ വേദനയിലും ലഭിച്ചിരിക്കുന്ന അപമാന ഭാരത്തിലും അതീവ ദുഃഖിതയായ ഉപ്പാട്ടി അവിടെ ഇരുന്നു പോവുകയുണ്ടായത്രേ. പണിക്കാരൊക്കെ സഹായത്തിനായി എത്തിയെങ്കിലും ആ സഹായം തിരസ്കരിച്ചുകൊണ്ട് ഉപ്പാട്ടി സ്വയം തിരിച്ചു പോവുകയുണ്ടായി. ഒതേനനും മറ്റുള്ളവരും പഠിപ്പും പയറ്റുമൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ഈ സംഭവം അറിയുകയും ആ മാത്രയിൽ ഒതേനൻ ദേഷ്യം കൊണ്ട് ജ്വലിച്ച് ആ പറമ്പിലേക്ക് ഓടിയെത്തുകയും ആ ബാലനെ ഇടിച്ചിടുകയുമുണ്ടായി. തച്ചോളി ഒതേനൻ ഒരു ബാലനാണെങ്കിൽ കൂടി അവനുള്ള അഭ്യാസവും കഴിവും അറിയുന്ന പണിക്കാർ ഈ രംഗത്തിൽ ഇടപെടാതെ മാറി നിന്നത്രേ. ഒതേനൻ്റെ പ്രകടനം കണ്ട് മറ്റുള്ളവർ അമ്പരന്നു. ഉടനെ എന്തെങ്കിലും സംഭവിച്ചില്ലെങ്കിൽ ഒരാൾക്ക് ആപത്തുറപ്പെന്ന് ഏവരും മനസ്സിലാക്കി. ഈ സമയം കുട്ടിയുടെ അച്ഛനൊക്കെ അവിടെ എത്തുകയും സംഘട്ടനം അവസാനിപ്പിക്കുകയും ചെയ്തു. ഇതേ സമയം മതിലൂർ ഗുരുക്കളും ആ വഴി പോവുകയുണ്ടായി. ആ നാട്ടിലെ എല്ലാ വീരന്മാരും മതിലൂർ ഗുരുക്കളുടെ ശിഷ്യന്മാരായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ സമൂഹത്തിൽ വലിയ വിലയുണ്ടായിരുന്നു. അങ്ങനെ പ്രശ്നം മാപ്പ് പറയലിലേക്കെത്തി. അവർ ഒതേനനോട് മാപ്പ് പറഞ്ഞു. എന്നാൽ ഒതേനൻ്റെ ദേഷ്യം അവിടെയൊന്നും അവസാനിച്ചിരുന്നില്ല. കുറച്ച് തേങ്ങയ്ക്ക് വേണ്ടി ഇവർ എൻ്റെ അമ്മയുടെ മാനം കെടുത്തു. ഈ തേങ്ങ മുഴുവൻ മാണിക്കോത്ത് കൊണ്ടുപോയി ഇടട്ടെ എന്ന നിലയിലൊക്കെയാണ് ഒതേനൻ അന്ന് പ്രതികരിക്കുന്നത്. ഒപ്പം എന്നോടല്ല മാപ്പ് ചോദിക്കേണ്ടതെന്നും അമ്മയോട് ചോദിക്കൂ എന്നും ഒതേനൻ പറയുകയുണ്ടായി. ഇതിനോട് പരിഹാസരൂപേണ പ്രതികരിച്ച കുട്ടിയുടെ അച്ഛനോട് ഇത് നടന്നില്ലെങ്കിൽ തൻ്റെ അച്ഛനായ നാടുവാഴിയുടെ അടുത്ത് താൻ ചെല്ലുമെന്നും ഞാൻ വിചാരിച്ചതൊക്കെ ചെയ്യിക്കുമെന്നും ഒതേനൻ ഭീഷണി മുഴക്കുകയുമുണ്ടായി. അതോടെ മതിലൂർ ഗുരുക്കൾ ഇടപെടുകയും ബാലനായ ആ കുട്ടി ഉപ്പാട്ടിയമ്മയുടെ കാല് പിടിച്ച് മാപ്പ് പറയണമെന്നും അതിൽ തെറ്റില്ലെന്നും വിധിച്ചു. ഗുരുക്കളുടെ തീർപ്പിനെ എതിർക്കാത്ത ആ ജനത അതനുസരിക്കുകയുണ്ടായി. ഒപ്പം പറിച്ചിട്ട തേങ്ങ മുഴുവൻ മാണിക്കോത്ത് തറവാട്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. ഇതിനിടയിൽ ഒതേനൻ ചെറുപ്പകാലത്ത് തന്നെ അച്ഛനെ കാണാനായി കോവിലകത്തേക്ക് കടന്നു ചെല്ലുന്ന കഥയും പ്രസിദ്ധമാണ്. സാധാരണഗതിയിൽ പഠനവും പയറ്റുമൊക്കെ കഴിഞ്ഞു വരുന്ന ഒതേനൻ
ഇത്തവണ കോമപ്പനെയും ചാപ്പനെയുമൊക്കെ നിർബന്ധബുദ്ധിയോടെ പറഞ്ഞയക്കുകയും കോട്ടയാട്ട് കോവിലകം ലക്ഷ്യമാക്കി നടക്കുകയുമുണ്ടായി. ഒരു കൂസലുമില്ലാതെ കോവിലകത്തിനുള്ളിലേക്ക് കയറി ചെന്ന ഉദയനൻ കുളക്കടവിൽ ഒരു സ്ത്രീ ദാസികളുമൊത്ത് കുളിക്കുന്നത് കാണുകയുണ്ടായി. വാഴുന്നവരുടെ ഭാര്യയാണ് അതെന്ന് മനസ്സിലാക്കിയ ഉദയനൻ അതിൻ്റെ സമീപമുള്ള കടവിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും കുളിക്കാൻ ആരംഭിക്കുകയും ചെയ്തു. വെള്ളത്തിൽ ദീർഘനേരം മുങ്ങിക്കിടന്നും അഭ്യാസങ്ങളൊക്കെ കാണിച്ചും അവൻ അവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുകയുണ്ടായി. എന്നാൽ കുളിച്ചു കയറി തൻ്റെ തോർത്ത് കല്ലിന്മേൽ അടിക്കുകയും ആ വെള്ളം വാഴുന്നവരുടെ ഭാര്യയുടെ ദേഹത്തേക്ക് തെറിക്കുകയും ചെയ്തു. അതോടെ ഗർജിച്ച വാഴുന്നവരുടെ ഭാര്യയ്ക്ക് വേണ്ടി ഒരു ദാസി തച്ചോളി ഉദയനൻ്റെ അടുത്തേക്ക് വരികയും അവനെ കീറിപ്പിടിക്കുകയും ഉണ്ടായത്രേ. എന്നാൽ ആ ദാസിയുടെ കൈകൾ തട്ടി മാറ്റിക്കൊണ്ട് എൻ്റെ അച്ഛനില്ലേ ഇവിടെ എന്നും അച്ഛനെ കാണാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നതെന്നും അവൻ അവിടെ ആജ്ഞാപിക്കുകയുണ്ടായി. അതോടെ ആ കോവിലകം തന്നെ ഉണർന്നു. വലിയൊരു ബഹളം തന്നെ ആ മേഖലയിൽ സൃഷ്ടിക്കപ്പെടുകയാണ്. ഒടുവിൽ അത് വാഴുന്നവരുടെ ചെവിയിലെത്തുകയും വാഴുന്നവർ തന്നെ വന്ന് ഉദയനനെ കെട്ടിപ്പിടിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ പുതുപ്പണത്ത് വാഴുന്നവർ മാണിക്കോത്ത് ഉപ്പാട്ടിയെ വിവാഹം ചെയ്തിട്ടുണ്ടെന്നും അതിലെ മകനാണ് ഉദയനൻ എന്ന് പറഞ്ഞു നടന്നിരുന്ന കഥ സത്യമാവുകയും നാടൊട്ടുക്ക് അത് പരക്കുകയും ചെയ്തു. സ്വാഭാവികമായും പിന്നീട് അങ്ങോട്ട് തച്ചോളി ഉദയനൻ്റെ വീരജീവിതം ഉണ്ടാവുമെന്ന് നമ്മൾ കരുതുമെങ്കിലും അങ്ങനെയൊന്നും ആയിരുന്നില്ല വിധി ഉദയനനെ കാത്തിരുന്നത്. ഉദയനൻ്റെ ശക്തിയായി നിലകൊണ്ടിരുന്ന എല്ലാവരും തന്നെ മരിക്കുന്ന വർഷങ്ങളായിരുന്നു പിന്നീട് അങ്ങോട്ടുണ്ടായത്. തന്നെയും വീടിനെയും അനുജത്തിയെയും ഒക്കെ ഒറ്റയ്ക്ക് നോക്കേണ്ടി വരുന്ന കളരി പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാവാത്ത ഒരു തച്ചോളി ഉദയനനാണ് പിന്നീടുള്ള വർഷങ്ങളിൽ ഉണ്ടാവുന്നത്.